സാരി നെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുക? അറിയില്ലേ? അറിയില്ല. ഞങ്ങളോട് പറയും. വീഡിയോ വേണ്ട. ഓരോ യാത്രകളും എല്ലാവർക്കും സമ്മാനിക്കുന്നത് ഓരോ അനുഭവങ്ങളാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്കാണ്. എല്ലാവരും ഗ്രാമങ്ങളിലെ ഷോപ്പുകൾ തേടി പോകുമ്പോൾ നമ്മൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലെ നെയ്ത്തുശാലകളാണ് തേടി പോകുന്നത്. കുത്താമ്പുള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും. ഞങ്ങൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലെ വീവിങ് ചെയ്യുന്നത് കാണുവാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ടായി പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഷോപ്പുകളിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഷോപ്പുകളുടെയും എൻഡിങ്ങോട് കൂടിയാണ് കുത്താമ്പുള്ളി ഗ്രാമം തുടങ്ങുന്നത്. ഞങ്ങൾ കുത്താമ്പുള്ളിയിൽ എത്തുമ്പോൾ ഏകദേശം ഉച്ച സമയമായി ഉണ്ടായിരുന്നു. കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാറ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന സമയത്ത് വീടുകളിൽ നിന്ന് വീവിങ്ങിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വീടുകളെല്ലാം അടുത്തടുത്തടുത്തായിട്ടാണ് വീടുകൾ വരുന്നത്. അത്യാവശ്യം വെയിലും ചൂടും കൊണ്ടിട്ടാണ് ഞങ്ങൾ വീവേഴ്സിനെ അന്വേഷിച്ചിട്ട് നടന്നിരുന്നത്. അവസാനം അവിടെ അടുത്തൊരു വീവിങ്ങിൻ്റെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി. വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു. വേറൊരു വീട്ടിൽ കൈത്തറി ഉപകരണം കണ്ടിരുന്നുവെങ്കിലും അത് അന്ന് പ്രവർത്തിപ്പിച്ചിരുന്നില്ല. അപ്പം അതുകൊണ്ട് കൈത്തറി ഉപകരണത്തിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യൂവേഴ്സിനെ അന്വേഷിച്ചിട്ട് പിന്നെയും യാത്ര തുടർന്നു. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുശാലയിൽ മെയിനായിട്ടും സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പൊന്നാട, ഡബിൾ മുണ്ട് പോലുള്ളവയാണ് വീവിങ് ചെയ്തെടുക്കുന്നത്. നീളത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന പാവുനൂലുകളുടെ ഇടയിലൂടെ ഇടവിട്ട് മുകളിലൂടെയും താഴേക്കൂടെയും ഊടുനൂലുകൾ കടത്തിവിട്ടാണ് കൈത്തറിയിൽ നെയ്തെടുക്കുന്നത്. ഈ കാണുന്നതാണ് നെയ്യുന്ന പ്രോസസ്സ്. കൈയും കാലും ഒരുപോലെ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഓരോ നെയ്ത്തുശാലകളിലും സാരികൾ വീവ് ചെയ്ത് എടുക്കുന്നത്. ഈ ബോർഡുകളെല്ലാം തന്നെ ഓരോ ഡിസൈനുകളാണ്. ഒരു നോർമൽ സാരി ചെയ്യാൻ 1 ദിവസവും ഡിസൈനർ സാരി ചെയ്യാൻ 3 ദിവസവും വേണ്ടിവരും. 500 വർഷങ്ങൾക്ക് മുമ്പാണ് കൊച്ചി രാജകുടുംബം മൈസൂരിൽ നിന്ന് ദേവയ്യ എന്ന കുലത്തിൽപ്പെട്ട നെയ്ത്തുകാരി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. രാജകുടുംബത്തിലെ വസ്ത്രാവശ്യത്തിനായിട്ടാണ് കൊണ്ടുവന്നിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. நூலெல்லாம் கேரளாவில், தமிழ்நாடு, சேலத்துலேருந்து வருது. நூல் நெய்யர் நூல் திருப்பூர்லேருந்து வருது. அதுதான். அப்புறம் கசவு இருக்குல்ல, இது சூரத், ഗുജറാത്ത് മാநிலത്തിൽ. അത് പല സ്ഥലത്തുനിന്നാണ്. പല സ്ഥലത്ത്. അങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? இது ஒரு ரோல் 6 சாரி. ரோலில் 6 சாரி வரும். 6 சாரி முடிஞ்சா உடனே அதை கட் பண்ணி திரும்பி கொண்டு போய் 6 சாரிக்கு உண்டான பாவு வாங்கிட்டு அது சேலத்துலேருந்து வரும். கொண்டு அதை ஜாயிண்ட் பண்ணி வெளியே ரோல் ഡിസൈൻ ആണെങ്കിൽ 2 ദിവസം വരും. ഇത് വന്നിട്ട് ഇത് ഗോൾഡ് ആണോ വരുന്നത്? ഗോൾഡ് ഊരെവിടെയാ? എങ്കൂരാ, തമിഴ്നാട്, സത്യമംഗലം. എപ്പടി ഇങ്ങോട്ട് വന്നത്? എപ്പടി அங்கே பூரா கலர் சாரி, பட்டு சாரி. இந்த வெள்ளையெல்லாம் இல்லை. അവിടെ നെയ്ത്തുണ്ടോ അങ്ങനെ? அங்கே பூரா பட்டு சாரி தான். സത്യമംഗലം പട്ട് സാരി അവിടെ ഉണ്ട്. அது கலர் நம்ம கண்ணுக்கு வெளிச்சம், கலர் தெரியாது. இது வெள்ளையா இருக்குல்ல, அதனால. ശരി, அதனால ഇങ്ങോട്ട് വന്നു. ശരി, താങ്ക് യു. ഇത് ഊടുനൂല്, അത് പാവം. ഹാപ്പിയാണോ? ഇതാണ് ചെയ്യുന്നത്. അമ്മ തന്നെയാണ് ചെയ്യുന്നത്. എടുത്തിട്ട് ജോയിന്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് 6 സാരി. 6 സാരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ കുത്താമ്പുള്ളി ഗ്രാമത്തിലെ റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗമാണ്.
ഇവിടെ തന്നെയാണ് ദേവാംഗ വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്രമുള്ളത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ കൂടി കാണാം. ഇവിടെയാണ് ശൃംഗാരവേല മൂവി ഷൂട്ട് ചെയ്തുള്ളത് കേട്ടോ. പണ്ട് നെയ്ത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ വഞ്ചിയിലൂടെ കൊണ്ടുവന്നിരുന്നത് ഈ പുഴയിലൂടെയാണ്.